വിശ്വശില്പം. സർഗസൗന്ദര്യങ്ങളൊന്നു ചേരും അത്ഭുതങ്ങൾ തൻ മഹാവിസ്മയം. സർഗസൗന്ദര്യങ്ങളൊന്നു ചേരും അത്ഭുതങ്ങൾ തൻ മഹാവിസ്മയം. അനാദിന്ദനാണു ദൈവതാരൻ, അനന്ത സ്നേഹമോ ജീവദായകൻ. അനാദിന്ദനാണു ദൈവതാരൻ, അനന്ത സ്നേഹമോ ജീവദായകൻ. അനന്ത സ്നേഹമോ ജീവദായകൻ. അനന്ത സ്നേഹമോ ജീവദായകൻ. മർത്യരായ നാം അവന്റെ പുത്രരല്ലോ, ലക്ഷണങ്ങളൊത്ത പ്രതിച്ഛായല്ലോ. മർത്യരായ നാം അവന്റെ പുത്രരല്ലോ, ലക്ഷണങ്ങളൊത്ത പ്രതിച്ഛായല്ലോ. എപ്പോഴും ഉള്ളിൽ തുളുമ്പി നിൽക്കണം ഹൃത്തിലെ സുഗന്ധമായി ദൈവസ്നേഹം. പ്രപഞ്ചസാരമാം ദൈവസ്നേഹം. അനാദ്യന്തരാണു ദൈവതാരൻ, അനന്ത സ്നേഹമോ ജീവദായകൻ. അനാദ്യന്തരാണു ദൈവതാരൻ, അനന്ത സ്നേഹമോ ജീവദായകൻ. അനന്ത സ്നേഹമോ ജീവദായകൻ. അനന്ത സ്നേഹമോ ജീവദായകൻ. മഹാപ്രപഞ്ചം, ഈശൻ മെനഞ്ഞു തന്ന വിശ്വശില്പം. സർഗസൗന്ദര്യം സർഗസൗന്ദര്യങ്ങളൊന്നു ചേരും അത്ഭുതങ്ങൾ തൻ മഹാവിസ്മയം. സർഗസൗന്ദര്യങ്ങളൊന്നു ചേരും അത്ഭുതങ്ങൾ തൻ മഹാവിസ്മയം. അനന്ത സ്നേഹമാം ജീവദായകൻ. അനന്ത സ്നേഹമാം ജീവദായകൻ. മധ്യരായ നാം അവന്റെ പുത്രരല്ലോ, ലക്ഷണങ്ങളൊത്ത പ്രതിച്ഛായല്ലോ. മധ്യരായ നാം അവന്റെ പുത്രരല്ലോ, ലക്ഷണങ്ങളൊത്ത പ്രതിച്ഛായല്ലോ. ഇപ്പോഴും വൃത്തിയിലെ സുഗന്ധമായ ദൈവസ്നേഹം. എപ്പോഴും വൃത്തിയിലെ സുഗന്ധമായ ദൈവസ്നേഹം. ഈ പ്രപഞ്ചസാരമാം ദൈവസ്നേഹം. അനന്തമായകൻ. അനന്ത സ്നേഹമാ ജീവദായകൻ. അനന്ത സ്നേഹമാ ജീവദായകൻ. മിടുക്കൻ വെരി ഗുഡ് പഠിച്ചില്ലേ? ഈ ചേച്ചിമാരൊക്കെ പാടണം കേട്ടോ, ചേട്ടന്മാരും. ഇവിടെ കുഞ്ഞു കുട്ടികളെല്ലാവരും നന്നായിട്ട് പാടുന്നുണ്ട്. ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും സൗണ്ട് ഒന്നും കേൾക്കുന്നേ ഇല്ല. റെഡിയാണോ? ഓക്കെ. ഇപ്പൊ നമ്മുടെ ഗേൾസ്, പെൺകുട്ടികൾ മാത്രം പാടുന്നു. ആൺകുട്ടികളെ സഹായിക്കണം കേട്ടോ. ഇവരെ പഠിച്ചൊക്കെ നമുക്ക് അറിയണ്ടേ? അറിയണമോ? അപ്പൊ നമുക്ക് ഇവര് പഠിച്ചോന്ന് അറിയണ്ടേ? എന്നിട്ട് ഇവര് തെറ്റിച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് പാടി കാണിച്ചു കൊടുക്കും അല്ലേ? പാടിച്ചു കൊടുക്കും. അപ്പൊ നമ്മള് പെൺകുട്ടികൾ മാത്രം പരമാവധി ഒച്ചത്തിൽ പാടാം. പാടാത്തവർക്ക് ഇവിടെ സിംഗിൾ സോങ്ങിനുള്ള അവസരം തരുന്നതാണ്. ഈ ലോകം ഈശൻ സർഗസൗന്ദര്യങ്ങളൊന്നു ചേരും അത്ഭുതങ്ങൾ
ഏറ്റവും സ്നേഹം നിറഞ്ഞ വിജയച്ച, പ്രിയപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരച്ച, പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ 2K24 2024 MBOCക്ക് ഇവിടെ ഈ ചെറുപുഴ ദേവാലയത്തിൽ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഇതിന് എല്ലാവരെയും ഒറ്റ വാക്കിൽ നമ്മുടെ ഈ MBOC 2K23 അബ്ബായിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലാഗ് പോസ്റ്റിങ്ങോടുകൂടിയാണ് നമ്മുടെ ക്യാമ്പ് ഔദ്യോഗികമായി നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ചെറിയൊരു സന്ദേശം നൽകി ഫ്ലാഗ് പോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് പ്രിയപ്പെട്ട വിജയച്ചനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വിശ്വാസ പരിശീലന ശുശ്രൂഷയുടെ ബത്തേരി രൂപത ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരത്തിലച്ചൻ, ബഹുമാനപ്പെട്ട പാലയ്ക്കപ്രായലച്ചൻ, പ്രിയപ്പെട്ട ഷമ്മാശന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മതാധ്യാപകരെ, പ്രൊമോട്ടേഴ്സ്, പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മുടെ ഈ അവധിക്കാലത്ത് യേശുവിനോട് ചേർന്നിരിക്കാനും യേശുവിൽ നിന്ന് കേൾക്കാനും യേശുവിനെ പാടി പുകഴ്ത്താനുമെല്ലാം നാം ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ അബ 2024 അവധിക്കാല ക്യാമ്പ്, ഈ ക്യാമ്പ് ഏത് കാരണത്താലും ഏറെ പ്രധാനപ്പെട്ടതാണ്. അബ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. എന്താണ് അബ എന്ന വാക്കിൻ്റെ അർത്ഥം? പിതാവ്. ആരാണ് ശരിയായ പിതാവ്? നമ്മുടെ സ്വർഗീയ പിതാവായ ദൈവം. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന സന്ദേശവുമായിട്ടാണ് നാം ഈ വർഷം ഈ അവധിക്കാല ക്യാമ്പ് നടത്തുക. അതുകൊണ്ട് മക്കളെല്ലാവരും ഈ വാക്കുകൾ മറക്കരുത്. അബ 2024 ചേർന്ന് പറഞ്ഞേ. അബ 2024 ഉറക്കെ. ഈ അബ 2024 പ്രധാനപ്പെട്ട സന്ദേശം നാം ദൈവത്തിന്റെ മക്കൾ. പറഞ്ഞേ, നാം ദൈവത്തിന്റെ മക്കൾ. ഉറക്കെ പറഞ്ഞേ, നാം ദൈവത്തിന്റെ മക്കൾ. നാം ദൈവത്തിന്റെ മക്കളാണെന്നുള്ള അവബോധം കൂടുതൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിപ്പിക്കുവാൻ നമ്മുടെ ഈ ക്യാമ്പ് ദിവസങ്ങൾ സഹായകമാവട്ടെ എന്ന് നിങ്ങളെല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തിവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ രൂപതാ ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരത്തിലച്ചൻ, ബഹുമാനപ്പെട്ട പാലയ്ക്കപ്രായലച്ചൻ, ബഹുമാനപ്പെട്ട ഷമ്മാശന്മാർ, സിസ്റ്റേഴ്സ്, ഇതിനിവിടെ വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്ന നമ്മുടെ മതാധ്യാപകർ, കമ്മിറ്റി അംഗങ്ങൾ, സൺഡേ സ്കൂൾ പ്രൊമോട്ടേഴ്സ്, എത്തിയിരിക്കുന്ന മക്കളായ നിങ്ങളെല്ലാവരെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ അവധിക്കാല ക്യാമ്പ് അബ 2024 ഔദ്യോഗികമായി നാം ആരംഭിക്കുകയാണ്. നമ്മുടെ സഭയുടെ ഔദ്യോഗിക പതാകയായ കാതോലിക്ക പതാക നാം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഉയർത്തി നമുക്ക് ഈ ക്യാമ്പ് ആരംഭിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കൊടുക്കാം നമുക്ക്. നമ്മൾ 2 ലൈനായിട്ട് ദേവാലയത്തിലേക്ക് പോകുന്നു. അപ്പൊ ഇതിലാണ് നമ്മൾ പോകുന്നത്. ആൺകുട്ടികളുടെ ലൈന്, പെൺകുട്ടികളുടെ ലൈനായിട്ട് നമ്മൾ ദേവാലയത്തിലേക്ക് കയറി എല്ലാവരും നിങ്ങൾ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, എന്നാൽ കുഞ്ഞു പിള്ളേർ ഫ്രണ്ടിലേക്ക് പോക്കോ.
നമ്മുടെ 2024 അബ്ബ 2K24 നാം ദൈവമക്കൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ ക്യാമ്പ് ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഈ ക്യാമ്പിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ ക്യാമ്പിന് തുടക്കം കുറിക്കാം. പ്രാർത്ഥനാ ഗാനത്തിനായിട്ട് സിസ്റ്ററിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ശിശുക്കളെ ആശീർവദിക്കുന്നു. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവൻ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. എന്നാൽ യേശു അവനെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവനെ പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, കാസർഗോഡ് വൈദിക മേഖലയുടെ നേതൃത്വത്തിൽ ബത്തേരി രൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വിശ്വാസ പരിശീലന പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കറിയുന്നത് പോലെ പിതാവേ എന്ന് ദൈവം വിളിച്ചതുപോലെ അബ്ബ എന്ന പേരിട്ടിരിക്കുന്ന ഈ പരിശീലന പരിപാടി വളരെ സിസ്റ്റമാറ്റിക് ആക്കിക്കൊണ്ട് ആദ്യമായി ബത്തേരി രൂപതയുടെ വിശ്വാസ പരിശീലന പരിപാടി കാസർഗോഡ് മേഖലയ്ക്ക് കിട്ടിയത് നമ്മൾ ഏറ്റവും വളരെ വലിയ ഭാഗ്യമായി കരുതുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ വിശ്വാസ പരിശീലന പരിപാടി നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവപരിപാലനത്തിലും വിശ്വാസത്തിലും അതിനേക്കാളുപരി അവരുടെ ഭാവി പ്രവർത്തനങ്ങൾക്കും ദൈവത്തിന്റെ മക്കളായി ഉയർത്താൻ വേണ്ടിയിട്ട് പിതാവേ എന്ന് പറയുന്ന അബ്ബ എന്ന് പറയുന്ന ഈ പരിപാടി നമ്മുടെ ഈ പള്ളിയിൽ ചെറുകിട സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു എന്ന് പറയുന്നതിൽ ഈ പ്രദേശത്തിനും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ളവരെ, കാസർഗോഡ് വൈദിക മേഖലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിപാടിയിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് കാസർഗോഡ് മേഖലയുടെ പ്രോട്ടോ വികാരി ബഹുമാനപ്പെട്ട വർഗീസ് താനിക്കോഴി അച്ഛനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കണ്ണൂർ കാസർഗോഡ് മേഖലയുടെ പാസ്റ്ററൽ കോർഡിനേറ്ററും അതിനേക്കാൾ ഉപരി കാസർഗോഡ് വൈദിക മേഖലയുടെ പ്രോട്ടോ വികാരി ചെറുകിട സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിന്റെ വികാരിയുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് താനിക്കോഴി അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം നേരുകയാണ്. നമുക്കറിയാം, വിശ്വാസ പരിശീലന കേന്ദ്രം ഒരു രൂപതയുടെ അല്ലെങ്കിൽ ഒരു തലമുറയുടെ നേതൃത്വം ഈ പ്രദേശത്ത് രൂപതയുടെ കീഴിൽ പടർന്നു പന്തലിക്കണമെങ്കിൽ
അതിന് നേതൃത്വം വളരെ ഭംഗിയായി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരണം. അതിന് ഏറ്റവും പ്രയത്നമായിട്ട് നമ്മളെ ഓരോ നിമിഷവും അനുദിനം ഈ കാര്യങ്ങളെ നമ്മളെ ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന രൂപത ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിര അച്ഛൻ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛനെ നമ്മുടെ എല്ലാവരുടെയും നാമത്തിൽ, അതിനേക്കാൾ ഉപരി കാസർഗോഡ് വൈദിക മേഖലയുടെ എല്ലാവരുടെയും എല്ലാ കുടുംബങ്ങളുടെയും നാമത്തിൽ ഈ വിശ്വാസ പരിശീലനത്തിലേക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ് സ്വാഗതം നേരുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഒരു പരിശീലനം എന്ന് പറയുന്നത് അത് പരിശീലനം നടത്താൻ പോകുന്ന ടീം അംഗങ്ങളാണ്. എനിക്കോ നിങ്ങൾക്കോ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പരിശീലനത്തിന്റെ തീവ്രത എത്ര കണ്ടെന്ന് അനുഭവിച്ചറിയാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിന് നാന്ദി കുറിക്കുന്നത് ബഹുമാനപ്പെട്ട വൈദികരും ബ്രദേഴ്സും സിസ്റ്റേഴ്സുമാണ്. നമുക്ക് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിശീലന പരിപാടി വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ നമുക്കറിയാം, വന്നപ്പം തൊട്ട് തന്നെ നിങ്ങൾക്ക് ഒരു നേതൃത്വ പാഠവത്തിലേക്ക് ഇറങ്ങി വരികയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ബഹുമാനപ്പെട്ട മാത്യു അച്ഛനെ കാസർഗോഡ് വൈദിക മേഖലയുടെ എല്ലാവരുടെയും നാമത്തിൽ ഈ ക്യാമ്പിലേക്ക് ഞാൻ സ്വാഗതം നേരുകയാണ്. നമുക്കറിയാം 2 ബ്രദേഴ്സ് നമുക്ക് ഇവിടെയുണ്ട്. കഴിഞ്ഞ കാലങ്ങളൊക്കെ നമുക്ക് ഈ ദേവാലയത്തിലും അനുബന്ധ ദേവാലയത്തിലും നമുക്ക് ഇതേപോലെ പരിശീലന പരിപാടികൾ നടത്തിയപ്പോൾ ബ്രദേഴ്സിന്റെ പ്രാവീണ്യം നമ്മൾ കണ്ട് മനസ്സിലാക്കിയവരാണ്. അതിനേക്കാൾ ഉപരി നമുക്ക് അവരുടെ ഹൃദയങ്ങൾ കവർന്നവരാണ്. ഈ ബ്രദേഴ്സിനെ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ സിജോ എൽബിൻ എന്നിവരെ 2 ബ്രദേഴ്സിനെയും കാസർഗോഡ് വൈദിക മേഖലയുടെ നാമത്തിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം നേരുകയാണ്. ഇതിൽ നിന്നും കണ്ടുമറിയുക, നമുക്ക് എപ്പോഴും പ്രദേശമായിരുന്നു നമുക്ക് ക്യാമ്പുകൾ നടത്തിയിരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ബഹുമാനപ്പെട്ട സിസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. സിസ്റ്റർ ജോൺസിയ സിസ്റ്ററിന്റെ പാട്ട് നമ്മൾ അനുഭവിച്ചറിഞ്ഞു. ഇനി 3 ദിവസം അങ്ങോട്ട് അനുഭവിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട സിസ്റ്ററിനെ നമ്മുടെ എല്ലാവരുടെയും നാമത്തിൽ, കാസർഗോഡ് വൈദികമയുടെ നാമത്തിൽ ഞാൻ ആദരവോടെ സ്വാഗതം നേരുകയാണ്. ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് താതിക്കാക്കുഴി അച്ഛനാണ്. ഇതിന്റെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായിട്ട് വർഗീസ് താതിക്കാക്കുഴി അച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വർഷത്തെ അവധിക്കാല വിശ്വാസ പരിശീലന ക്യാമ്പ് നമ്മൾ ഈ 3 ദിവസം നടത്തുകയാണ്. അതിന്റെ പേരെന്താണെന്ന് നമ്മുടെ കാത്തോലിക്ക പതാക ഉയർത്തുമ്പോൾ ഞാൻ പറഞ്ഞു. എന്താണ് അതിന്റെ പേര്? അബ. ഉറക്കെ പറഞ്ഞേ. അബ 2024. പ്രിയ ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരത്തിൽ അച്ഛൻ, നമ്മുടെ രൂപതയുടെ വിശ്വാസ പരിശീലനത്തിന്റെ ഡയറക്ടർ, ബഹുമാനപ്പെട്ട മാത്യു പാലക്കപ്രായൽ അച്ഛൻ, നമ്മുടെ ക്യാമ്പിന്റെ കോർഡിനേറ്റർ, പ്രിയ ബഹുമാനപ്പെട്ട ശിമാശന്മാർ സിജോ അബിൻ, ബഹുമാനപ്പെട്ട സിസ്റ്റർ ജോൺസിയ, നമ്മുടെ ഈ പ്രദേശത്ത് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഷാജി, നമ്മുടെ HM ശ്രീജ, സിസ്റ്റർ അമൃത, പുറത്ത് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മതാധ്യാപകര്, നമുക്ക് വേണ്ടി ഉച്ചക്കത്തേക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മുടെ ട്രസ്റ്റി, സെക്രട്ടറി, മതാധ്യാപകർ എല്ലാവരെയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പറഞ്ഞു ഈ വിശ്വാസ പരിശീലന ക്യാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്തവാക്യം, സന്ദേശവാക്യം നാം എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞാനൊരു കൊച്ചിനോട് ചോദിച്ചു, നിന്റെ അപ്പനോട്, നിന്റെ പപ്പായോട് നീ ഇതുവരെ എന്തെങ്കിലും ഏറ്റവും കാര്യമായിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? ചോദ്യം എന്താ? നിന്റെ പപ്പായോട് നീ എന്താണ് ചോദിച്ചിട്ടുള്ളത്? നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പപ്പായോട് ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉള്ളവരെന്ന് കൈപൊക്കിക്കുക. പപ്പായോട് എന്തെങ്കിലും ചോദിച്ചിട്ടുള്ളവര്? ഇത്രയും പേര് ഈ ജീവിതത്തിൽ ഇത്രയും നാളിനിടയ്ക്ക് പപ്പായോട് എന്തെങ്കിലും ചോദിച്ചിട്ടുള്ളോ? നിങ്ങളുടെ പപ്പ എന്തെങ്കിലും അമ്മയോടായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, മാറി ചോദിക്കാം. നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ എന്തെങ്കിലും കാലത്തിനെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുള്ളവർക്ക് കൈപൊക്കിക്കുക. എന്നാലും കുറെ പേര് ചോദിക്കാത്തവരുണ്ട്. എന്തുവാണ് ഞാൻ പറയുന്നത്? നിങ്ങളൊക്കെ ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ.
രണ്ടും കൂടെ ഒരുമിച്ച് ചോദിക്കാം. പപ്പായോടോ മമ്മിയോടോ അമ്മയോടോ എന്തെങ്കിലും ഇതുവരെ ചോദിച്ചിട്ടുള്ളവരെന്ന് കൈവകിക്കേ. എന്നിട്ടും ചോദിക്കാത്തവരുണ്ട്, എഴുതാത്തവരുണ്ട്. ചോദിച്ചിട്ട് കിട്ടിയവരെന്ന് കൈവകിക്കേ. പപ്പ നിന്നിട്ടുണ്ട്. അടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് എന്താ കിട്ടിയ പപ്പയുടെ എന്താ? ഷൂ റേസിംഗ് കാർ. സൂപ്പർ. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇല്ലേ? നിനക്കൊന്നും കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ടോ? ജോയൽ അല്ലേ? നിന്റെ പേര് ജോയൽ അല്ലേ? നിനക്ക് ഇതിലൊന്നും കിട്ടിയിട്ടില്ലേ? ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് അല്ലേ? ചോദിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അതാ സത്യം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലൊന്ന് ചോദിച്ചു നോക്കണം. എന്റെ പപ്പായുടെ അടുത്ത് എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്റെ അമ്മയുടെ അടുത്ത് നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ പപ്പായുടെ അടുത്ത് നിന്ന് അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വില കൂടിയ സാധനം എന്താണ്? ആർക്കെങ്കിലും പറയാമോ? എന്തോ? സത്യമാണോ? എല്ലാവരും ഉറപ്പാണ്? ഏറ്റവും വില കൂടിയ സാധനം ഉറക്കെ പറഞ്ഞേ. നമ്മുടെ പപ്പായുടെ അടുത്ത് നിന്ന് അമ്മയുടെ അടുത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വില കൂടിയ സാധനം എന്ന് പറയുന്നത് സ്നേഹമാണ്. എന്നാൽ പപ്പ അല്ലെങ്കിൽ അമ്മ ഇത്രയും വില കൂടിയ സാധനം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പപ്പ അപ്പൻ ആരാണ് നമുക്ക്? ശരിയായിട്ടുള്ള നമ്മുടെ പപ്പ ആരാണ്? ആണോ? ദൈവമാണ് എന്റെ പപ്പ എന്ന് വിശ്വസിക്കുന്നവർ കൈവക്കിക്കേ. ദൈവമാണ് എന്റെ പപ്പ. ഇനി സംശയമുള്ളവരുണ്ട് ഇവിടെ. ഇങ്ങനെ പൊക്കാനോ? ഇതെന്തോ ക്രിക്കറ്റിന് ഔട്ടാണ്? കൈ പൊക്കാന്ന് പറഞ്ഞാൽ ശരിക്കും ഉയർത്തുക എന്നാണ് അർത്ഥം. താഴെ തളർവാദം വേണ്ടി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ കൈ ശരിക്കും വെക്കുക. ഇങ്ങനെ വേണം കൈ വെക്കുന്നത്. കൈ വെക്കുന്നത് ഇങ്ങനെ, കൈ ഉയർന്നു നീങ്ങണം. ദൈവം എന്റെ പപ്പ എന്ന് മനസ്സിലാക്കുന്നവരാണ് നിങ്ങൾ അല്ലേ? അപ്പോൾ പേരോ. അപ്പൊ ദൈവം എന്റെ പപ്പ. ഈ പപ്പ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്താണ്? ഏറ്റവും വില കൂടിയ സ്നേഹം. നമുക്ക് വേണ്ടിയുള്ള നമ്മോടുള്ള വലിയ സ്നേഹമാണ്. അപ്പൊ ആ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും കടമ. നാം ഒരുമിച്ച് വരുന്നത്, പ്രാർത്ഥിക്കുന്നത്, സൺഡേ സ്കൂള് പഠിക്കുന്നത് എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടിയിട്ടാണ്. ദൈവം എൻ്റെ പപ്പ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം എനിക്ക് തരുന്നു. വീണ്ടും ഞാൻ ചോദ്യം ചോദിച്ച കൊച്ചിന്റെ അതിലേക്ക് വരാം. ഞാൻ അവിടെ ചോദിച്ചു, ദൈവം നിനക്ക് തന്നിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. ദൈവം നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏറ്റവും വില കൂടിയ സമ്മാനം സ്നേഹമല്ല, നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിങ്ങൾക്ക് കൂടിയ ഏറ്റവും വലിയ കാര്യം എന്താണ്? എന്തോ ഉറക്കെ പറഞ്ഞു വരെ. ദൈവത്തിന് സ്തുതി. എന്താ പറഞ്ഞേ? ദൈവത്തിന് സ്തുതി. നിനക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താണ് ഞാൻ ചോദിച്ചത്? മാതാപിതാക്കൾ. വെരി ഗുഡ്. എന്താ പറഞ്ഞേ? ഉറക്കെ പറ, ഉറക്കെ പറ. ജീവൻ. അപ്പൊ ജീവൻ ദൈവം നമുക്ക് തന്ന സമ്മാനമാണ്. ദൈവം നമുക്ക് ജീവനില്ലെങ്കിൽ നമ്മളുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ സ്കൂളിൽ ഉണ്ടാക്കുന്ന ശബ്ദം ഉണ്ടാക്കില്ലേ? അങ്ങനെ ഉണ്ടാക്കി പഠിക്കുക. നമ്മൾ മോശം കുട്ടികൾ അങ്ങനെ ശബ്ദം ഉണ്ടാക്കുക. ഓർമ്മ. അപ്പോ ജീവൻ തന്നു. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ തന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. കൈ തന്നു, കാല് തന്നു, കണ്ണ് തന്നു. ഇല്ലേ? കണ്ണില്ലാത്ത എന്തോ ഒരു മനുഷ്യരുണ്ട്, കൈകളില്ലാത്ത എന്തോ ഒരു മനുഷ്യരുണ്ട്, കാലില്ലാത്ത എന്തോ ഒരു മനുഷ്യരുണ്ട്, അംഗവൈകല്യമുള്ള എന്തോ ഒരു മനുഷ്യരുണ്ട്, ബുദ്ധിക്ക് വളർച്ചയില്ലാത്ത എന്തോരം കുഞ്ഞുങ്ങളുണ്ട്, അസുഖബാധിതരായ എന്തോരം കുഞ്ഞുങ്ങളുണ്ട്. ഇല്ലേ? നിങ്ങളെ ഇതൊന്നുമില്ലാതെ ദൈവം ഇത്രയും നല്ല കുട്ടികളാക്കി, നല്ല സുന്ദരന്മാരും സുന്ദരികളുമാക്കി ഇവിടെ എത്തിയിരിക്കുന്നു. എന്ത് ചെയ്യണം? നമുക്ക് ദൈവത്തിന് നന്ദി പറയണം അല്ലേ? അപ്പോൾ എപ്പോഴും ഇത് ഓർക്കണം, ദൈവമാണ് എനിക്ക് വേണ്ടതെല്ലാം തരുന്നത്. ആ ദൈവമാണ് എൻ്റെ പിതാവ്. മറക്കോ ഇത്? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 3 ദിവസങ്ങളിലൂടെ ദൈവമാണ് എൻ്റെ പപ്പ, ദൈവമാണ് എനിക്ക് എല്ലാം തരുന്നത് എന്നുള്ള
കൂടുതൽ ആഴത്തിലേക്കുള്ള അവബോധം. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തെ വിട്ടുപിരിയാതെ, ഈശോയെ വിട്ടുപിരിയാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതാവട്ടെ ഈ ക്യാമ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഈ ക്യാമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത നമ്മുടെ സൺഡേ സ്കൂൾ രൂപത വിഭാഗമുണ്ട്. അതിനെല്ലാം വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരത്തിൽ അച്ഛനാണ് നമ്മുടെ രൂപത ഡയറക്ടർ വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്. അച്ഛനെയും അച്ഛൻ്റെ കൂടെയുള്ള ടീം അംഗങ്ങളെയും ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട ശമാശന്മാർ, സിസ്റ്റേഴ്സ്, നമ്മുടെ ഇടവകയിൽ ഇതിനു വേണ്ടി നേതൃത്വം നൽകുന്ന എല്ലാവരും, എല്ലാത്തിലുപരി നിങ്ങൾ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇതിനു വേണ്ടി വന്നിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെയല്ല വന്നേക്കുന്നേ? നിർബന്ധം പോലെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അച്ഛൻ പള്ളിയിൽ പറഞ്ഞതുകൊണ്ട് നിർബന്ധത്തിന് വേണ്ടി ആരും വന്നിട്ടില്ലല്ലോ. ഇല്ല, നമ്മളെല്ലാവരും ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല 3 ദിവസങ്ങൾ, അതിന്റെ തുടർച്ചയായി അതിന്റെ ഫലങ്ങൾ ധാരാളം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. നമുക്ക് നല്ലൊരു ഗൈഡ് കൊടുത്താലോ? നിങ്ങൾക്ക് അറിയാവുന്ന നല്ലൊരു ഗൈഡ് കൊടുത്തേ. ഓക്കെ, നമ്മള് ഇനി ഇതിന്റെ ക്യാമ്പിന്റെ ഉദ്ഘാടനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെറുപുഴ ഈ പ്രദേശത്തെ പിള്ളേരാണ് ഏറ്റവും ഭാഗ്യപ്പെട്ട പിള്ളേരെന്ന് കരുതുകയാണ്. കാരണം നമ്മുടെ ഈ അബ്ബ 2K24 ഉദ്ഘാടനം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സൺഡേ സ്കൂൾ ഡയറക്ടറച്ഛനായ ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരത്തച്ഛനെയാണ്. അപ്പോൾ അച്ഛൻ ഈ ഉദ്ഘാടന പ്രസംഗം നടത്തി ഉദ്ഘാടനം ചെയ്ത് നിങ്ങളോട് ക്യാമ്പിന്റെ ചെറിയൊരു സന്ദേശം നൽകും. അതിനു വേണ്ടിയിട്ട് ക്രിസ്തുമന്ദിരച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കണ്ണൂർ, കാസർഗോഡ് വൈദിക ജില്ലകളുടെ പാസ്റ്ററൽ കോർഡിനേറ്ററും കാസർഗോഡ് വൈദിക ജില്ലാ വികാരിയും ഈ ക്യാമ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ചെറുപുഴ സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവകയുടെ വികാരിയുമായിരിക്കുന്ന ഏറ്റവും വലിയ ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് താതിക്കോഴിയച്ചൻ, ക്യാമ്പിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മാത്യു പാലിക്കപ്പറയലച്ചൻ്റെ ടീം അംഗങ്ങളെ, മേഖല പ്രൊമോട്ടറായിരിക്കുന്ന ഷാജി സാർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട അമൃത സിസ്റ്റർ, ചെറുപുഴ സൺഡേ സ്കൂൾ നേതൃത്വം നൽകുന്ന പ്രധാന അധ്യാപിക ശ്രീമതി ശ്രീജ ടീച്ചർ, പ്രിയ മാതാപിതാക്കളെ, കമ്മിറ്റിക്കാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് തിരുവചനം, അല്ലെ, ബൈബിൾ. നമ്മുടെ കർത്താവിന്റെ മേശയുണ്ട്, വചനമേശയുണ്ട്, രണ്ടും ചേർന്നാണ് ഇരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ത്രോണോസിനോട് ചേർന്നാണ് ഇതിന്റെ വലതുവശത്ത് നമ്മൾ വിശുദ്ധ സുവിശേഷം നമ്മൾ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓരോ സുവിശേഷ പ്രസംഗത്തിന് മുമ്പായിട്ടും അത് ശുശ്രൂഷകൾ ആഘോഷത്തോടുകൂടി എഴുന്നള്ളിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പോഴാണ് മറുവാസിലേക്ക് കൊണ്ടുവരുന്നത്. ഇതുപോലെ നമ്മൾ ഇന്ന് വിശുദ്ധ ബൈബിൾ നമ്മുടെ മധ്യയെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് മുമ്പിൽ ഞങ്ങൾ ഇരിക്കാതിരിക്കുന്നത്. കാരണം യേശു എൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തിന് നമ്മൾ കൽപ്പിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2-3 ദിവസങ്ങൾ നമ്മുടെ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ഒരു ഉല്ലാസം, അതുപോലെ നമ്മുടെ ചിന്തകൾ കുറച്ചുകൂടി ദൈവീയമാക്കുക, അവധിക്കാലം ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക എന്നൊക്കെയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇവിടെ ഈ ക്യാമ്പ് ക്രമീകരിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ കാസർഗോഡ് വൈദ്യ ജില്ലയിലെ മതബോധന വിഭാഗത്തിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ലാസ്റ്റ് പുത്തകടത്തലച്ഛനാണ്. പ്രത്യേക സാഹചര്യത്തിലാണ് അച്ഛന് ഇവിടെ ഇപ്പോൾ ഈ മീറ്റിംഗ് സംബന്ധിക്കാൻ കഴിയാതെ പോകുന്നത്. എങ്കിലും പ്രോട്ടോകോളിന്റെ ആലോചനയാണ് ഇത്തരത്തിൽ ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ട് ക്രമീകരണം ചെയ്തു തന്നിരിക്കുന്നത്. അച്ഛനെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയില് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഗദോസ്, അതായത് നമ്മുടെ സഭയിലെ പിതാക്കന്മാർ, അവരുടെ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളാണ്. അവർ കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു വിഷയം അവർ തിരഞ്ഞെടുത്ത് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മെ ദൈവമക്കളാക്കുന്ന ദൈവപിതാവിന്റെ സ്നേഹമാണ് ഈ വർഷത്തെ അവധിക്കാല ബൈബിൾ ക്ലാസ്സുകളുടെ വിഷയമായി പരിശുദ്ധ സുനഗദോസ്
തീരുമാനിച്ചു തന്നിരിക്കുന്നത്. അതിനോട് ചേർന്നുള്ള പാഠഭാഗങ്ങൾ, വിഷയങ്ങൾ, അതുപോലെ തന്നെ കളികൾ, മറ്റു വിനോദങ്ങളെല്ലാം ഇതിനെ കേന്ദ്രീകരിച്ചാണ് എല്ലാം നടത്തുന്നത്. കുറെ കളികളും ഉല്ലാസത്തിന് വേണ്ടി മാത്രമല്ല വന്നിരിക്കുന്നത്, കുറച്ച് ആഴത്തിൽ നമ്മൾ പഠിക്കണം. സൺഡേ സ്കൂൾ നമ്മൾ പഠിക്കുന്നുണ്ട് വിവിധ ക്ലാസ്സുകളിൽ, പല വിഷയങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ഇത് എല്ലാ പ്രായക്കാരും ഒരു വിഷയത്തെ നമ്മൾ അധികരിച്ച് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല 3 ദിവസങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നേതൃത്വം നൽകുന്നത് അവർ പ്രത്യേകമായിട്ട് ഞങ്ങൾ പിന്നീട് പരിചയപ്പെടുത്തും. വേറെ മാത്യു പാലക്കപ്പള്ളി അച്ഛൻ നേതൃത്വത്തിലുള്ള നമ്മുടെ ഷമ്മാശന്മാര് സിസ്റ്റർക്ക് അടങ്ങുന്ന നല്ലൊരു ടീമാണ്. ഒരു 3 ദിവസങ്ങൾ അവരുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ചിട്ടാണ് അവര് നന്നായിട്ട് ഒരുങ്ങി തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അവര് കുറെ പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്, ഡാൻസുകൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉല്ലാസഭരിതരാക്കാൻ വേണ്ടി, സന്തോഷത്തിലാക്കി തീർക്കാൻ വേണ്ടി ആണ് അവർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു മനസ്സിന് ശരീരത്തിന് ഒരു വിശ്രമം കൊടുക്കേണ്ട ഒരു അവസരം കൂടിയാണ്. മസിൽ പിടിച്ചാലിരിക്കരുത് ഈ ക്യാമ്പിൽ. വളരെ ഗൗരവത്തിലും മുഖം വെപ്പിച്ചങ്ങിരിക്കരുത്. വളരെ സന്തോഷത്തോടു കൂടി, ആഹ്ലാദത്തോടു കൂടി ഇരിക്കണം. അതുപോലെ നമ്മൾ എല്ലാവരും പരിചയപ്പെടണം. പല പള്ളിയിലുള്ളവരാണ്. നമുക്കറിയാം ഒരു വീടുണ്ട്, നമുക്ക് നമ്മുടെ വീടുണ്ട്, അവിടെ അപ്പനും അമ്മയും മക്കളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പള്ളി അല്ലേ നമ്മുടെ ഒരു വീടാണ്. പള്ളി നമ്മുടെ ഒരു കുടുംബമാണ്. അവിടെ നമ്മുടെ അപ്പൻ എന്ന ആത്മീയ പിതാവ് എന്ന് പറയുന്ന വികാരിച്ചനാണ്. പിന്നെ സിസ്റ്റേഴ്സ് ഉണ്ട്, നമ്മുടെ കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്, ഇടവക്കാരുണ്ട്. ഒത്തിരി ഇടവകൾ ചേർന്നാണ് ഒരു ഇടവകയുള്ളത്. ഇതിന് വലിയൊരു പതിപ്പാണ് നമ്മുടെ രൂപത. അതിന് പിന്നെ സഭയായി മാറുന്നു. അപ്പൊ ഇവിടെ എല്ലാം ഒരു പിതാവിന്റെയും ഒരു കരുതൽ, സ്നേഹം നമ്മളെല്ലാം അനുഭവിച്ചറിയുന്നുണ്ട്. അച്ഛൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അല്ലെ, അത് നിങ്ങൾ കൃത്യമായിട്ട് കുറേയൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ സൃഷ്ടാവായും പരിപാലകനായിട്ടും ഒക്കെ നമ്മൾ ബൈബിൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമം. നമുക്കറിയാം ബൈബിള് 2 ഭാഗങ്ങളാണ്, പഴയ നിയമം, പുതിയ നിയമം. യേശു ക്രിസ്തു മുമ്പ് വരെ ഉള്ളത് ആണ് പഴയ നിയമം എന്ന് പറയുന്നത്. അത് യഹൂദർക്കായിട്ട് നൽകിയതാണ്. യേശുവിലൂടെ നമുക്ക് നൽകിയതും പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തില് ദൈവത്തെ കർത്താവായി, എല്ലാത്തിന്റെയും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനും നിയന്താവുമായിട്ട് മനസ്സിലാക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിന്റെ കാഴ്ചപ്പാട് കുറച്ചുകൂടി ഉദാരമായിട്ട് മാറും. നമ്മൾ ദൈവത്തിന്റെ മക്കൾ ഉള്ള ഒരു അനുഭവത്തിൽ നമ്മൾ വളരുകയാണ്. നമ്മൾ അടിമകളല്ല, നമ്മൾ ദൈവത്തിന്റെ അടിമകളല്ല, മറിച്ച് നാം ദൈവത്തിന്റെ മക്കളായിട്ട് മാറുന്നു എന്നാണ് പ്രത്യേകത ഉള്ളത്. ദൈവം ഒത്തിരിയേറെ എവിടെയോ അകലെ നിൽക്കുന്നു, നമ്മൾ ശിക്ഷിക്കുന്നു, അങ്ങനെയുള്ള ചിന്തയല്ല, മറിച്ച് ദൈവം സ്നേഹമാകുന്നു എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ വളരുന്നു. ഇവിടെ നേരത്തെ അച്ഛൻ ചോദിച്ചു, വീട്ടില് അപ്പനോട് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്, എല്ലാം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കിട്ടാത്തതുണ്ട്, കിട്ടാത്തത് ഉണ്ട്. അതെന്തുകൊണ്ടാണ് കിട്ടാത്തത്? എന്തുകൊണ്ടായിരിക്കും കിട്ടാത്തത് ചോദിച്ചിട്ട് എല്ലാം ചിലപ്പോൾ മാതാവ് പറഞ്ഞിട്ടുണ്ടാകത്തില്ല. കുഞ്ഞു പ്രായത്തിൽ, എഴുതി കിടക്കുന്ന പ്രായത്തിൽ കത്തി ചോദിച്ചിട്ടുണ്ടാകും, ബ്ലേഡ് ചോദിച്ചിട്ടുണ്ടാകും, തന്നിട്ടുണ്ടാകും. അവര് തീരെടുത്ത് തീ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടാകും, തന്നിട്ടുണ്ടാകുമോ? എന്തായിരിക്കും കാരണം? നിങ്ങൾക്കത് ഗുണം ചെയ്യത്തില്ലെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആകർഷകമായി തോന്നിയിട്ടുണ്ടാകാം, നല്ലതാണ് തോന്നിയിട്ടുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ പുഴയിലടുത്തൊക്കെ പോകുമ്പോൾ മാതാക്കളെ പോരുത്, അല്ല റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി കൊച്ച് കൗതുക കാഴ്ചയിൽ ഓടി പോകുമ്പോൾ മാതാക്കൾ പിടിച്ചു വലിക്കും. കുട്ടി കുതിര ഓടാനായിട്ട് നോക്കും. എന്തുകൊണ്ടാ? കുട്ടിക്ക് അറിയത്തില്ല ശരി തെറ്റ്. പക്ഷെ അപ്പനും അമ്മയ്ക്കും അറിയാം, നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്, നിങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവർ വളരെ ജാഗ്രത പുലർത്തും. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ട് എല്ലാം ചിലപ്പോൾ തരുന്നിട്ടുണ്ടാകണമെന്നില്ല. മൊബൈല് ചിലപ്പോൾ തരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? കാശില്ലാഞ്ഞിട്ടൊന്നുമില്ല, കാശൊക്കെ ഉണ്ട് വാങ്ങിച്ചു തരാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് അതിപ്പം തന്നാൽ ഞങ്ങൾ കൂടുതൽ ഉഴപ്പന്മാരോ ഉഴപ്പികളായിട്ട് മാറും. ചിലപ്പോൾ നിങ്ങൾ നഷ്ടപ്പെടും, നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ മറന്നുപോകും. അപ്പോൾ നിങ്ങൾക്ക് അത് നിശ്ചിത കാലത്തേക്ക് വേണ്ടാന്ന് പറയും. ഞാൻ ചില വീടുകൾ സന്ദർശിക്കാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട്, പരീക്ഷയുടെ സമയത്ത് SSLC പരീക്ഷയുടെ അവസരത്തിൽ കേബിളൊക്കെ കട്ടിയിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. ചില വീടുകൾ മാതാപിതാക്കൾ ബില്ലടയ്ക്കാതെ കേബിൾ കട്ടാക്കി വെച്ചിട്ടുണ്ട്. പരീക്ഷയുടെ സമയത്ത് നെറ്റ് അല്ലെങ്കിൽ ചാനൽ ഒക്കെ എന്തിനായിരിക്കാം? നിങ്ങളൊന്നും അറിയാത്ത കുട്ടികളാണ്. എന്തിനായിരിക്കാം? നിങ്ങൾ ഉഴപ്പണ്ടാതെ കരുതിയിട്ട് പരീക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കാതിരിക്കുന്നു. മക്കൾ ഉഴപ്പണ്ട, ഇത്രയും കാലം പഠിച്ചത് അവസാനം കൊണ്ടിട്ട് ഉടയ്ക്കണ്ട, കലം ഉടയ്ക്കണ്ടെന്ന് കരുതിയിട്ടാണ് അവര് വേണ്ടാന്ന് വെച്ചത്. പക്ഷെ അപ്പം നിങ്ങൾക്ക് എന്തോ തോന്നും, അവരോട് ദേഷ്യം തോന്നും, അവരുടെ വിഷം തോന്നും, എന്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നും. പക്ഷെ
യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ഒത്തിരി കഴിഞ്ഞിട്ടായിരിക്കാം. അതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ആരെ മനസ്സിലാക്കണം? യേശുവിനെ മനസ്സിലാക്കണം. കാരണം യേശുവാണ് വെളിപ്പെടുത്തിയത് ദൈവം ആരാണ്. പിതാവാണെന്നും സ്നേഹിക്കുന്നവനാണ്, കരുണയുള്ളവനാണ്, ക്ഷമിക്കുന്നവനാണ്, കരുതുന്നവനാണ്, എല്ലാം പഠിപ്പിച്ചതിന് യേശുവാണ്. കഴിഞ്ഞ ഞായറാഴ്ച തന്നെയല്ലേ നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ കളത്തിയിരുന്ന് ചുറ്റുമാരിയിരിക്കും, ഒന്നും കിട്ടിയില്ല. അവസാനം പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന യേശു നമ്മൾ കാണുന്നുണ്ട് അല്ലേ? പ്രാതലൊരുക്കുന്ന ആരാ വീട്ടിൽ സാധാരണ? ആരുമില്ല, വേലക്കാരാണ്. വീട്ടിൽ രാവിലെ കാപ്പി പ്രാതൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ? ഇല്ലേ? അയ്യോ പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ അതൊക്കെ പറഞ്ഞു വലിയ സംഭവങ്ങളാണ്. ഇംഗ്ലീഷൊക്കെ പറഞ്ഞ മനസ്സിലാവും. ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? അതൊരുക്കി തരുന്ന ആരാ? അമ്മ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കുന്നത് ഉറപ്പാണ്. ചിലരിപ്പം മുതിർന്നവർ ചിലപ്പോൾ ഉണ്ടാക്കും. യൂട്യൂബ് കണ്ടിട്ട് ചില പരീക്ഷിക്കുന്നവരുണ്ട്, മിടുക്കരായിട്ട് കുട്ടികളൊക്കെ ഉണ്ട്, അതൊക്കെയാണ്. ചിലർ അപ്പന്മാരുണ്ടാക്കുന്നുണ്ട്. അമ്മ വിദേശത്താണ്, അപ്പന്മാരുണ്ടാക്കുന്നതാണ് എനിക്കറിയാം. വെച്ച് വിളമ്പുന്ന സ്നേഹമാണ് അല്ലേ? അപ്പോ ഈ അപ്പന്റെയും അമ്മയുടെയും ഒക്കെ സ്നേഹം മുഴുവനും നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിലാണ്. പുതിയ ഒരു സ്നേഹത്തിന്റെ അനുഭവത്തിൽ നമ്മൾ വരികയാണ്, ഒരു സ്നേഹ കൂട്ടായ്മയിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുടുംബത്തിൽ അപ്പനെയും അമ്മയും നമ്മളെ സ്നേഹിക്കുന്നു പറഞ്ഞ പോലെ നമ്മളെല്ലാം പല കുടുംബങ്ങൾ ചേരുന്ന നമ്മുടെ ഇടവക നമ്മളിപ്പോൾ ദൈവത്തിന്റെ മക്കളായിട്ട് മാറുന്നു അല്ലേ? ഒന്നിച്ചല്ലേ ഞായറാഴ്ച ഭക്ഷിക്കുന്നത്? യേശുവിന്റെ തിരിച്ചിന്റെ രക്തങ്ങൾ ഒന്നിച്ചല്ലേ ഒരു കാസായി നമ്മൾ ഭക്ഷിക്കുന്നത്, പാനം ചെയ്യുന്നത്, ഒരു വിരുന്ന് ഒരുക്കുന്നത് ഒന്നിച്ചിരുന്നാണ് നമ്മൾ കഴിക്കുന്നത് ഞായറാഴ്ച. ദൈവം നമുക്ക് ഒരുക്കുന്ന വിരുന്നാണ് എന്ത്? ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന. അപ്പോൾ വീട്ടിലൊക്കെ നമ്മള് മാതാവിന് ഒരു നല്ല വിഭവം ഉണ്ടാക്കി നമുക്ക് തരും അല്ലേ? അവിടെ എല്ലാവരും മക്കളെല്ലാവരും വട്ടം ചുറ്റിയിരുന്ന് കഴിക്കും, സന്തോഷിക്കും. അപ്പോൾ ദൈവം നമുക്ക് ഒരുക്കുന്ന വിരുന്ന് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്. ദൈവം ക്ഷമിക്കുന്നവനാണ്. ആരെല്ലാം നമ്മളെ കുറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്താത്തവൻ, അത് ഊർത്തത്തിന് മുമ്പേ അത് കാണുന്നുണ്ട്. കരുണ കാണിക്കുന്നവൻ, സ്നേഹം നമ്മളെ വലയം ചെയ്യുന്നവൻ, സംരക്ഷിക്കുന്നവൻ. ഒരു കഥ പറഞ്ഞ് നിർത്തുകയാണ്. ഞാൻ നിർത്തുകയാണ്. നമ്മള് ഏറ്റവും മനോഹരമായ യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? സ്വർഗസ്ഥനായ ഒരു പുതിയ ഒരു സംസ്കാരത്തിലേക്കും പുതിയ മനോഭാവത്തിലേക്കും പുതിയൊരു ജീവിതക്രമത്തിലേക്കും നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രാർത്ഥനയാണ്. അതൊക്കെ ഈ ദിവസങ്ങളിൽ അത് ആഴമേറിയ കാര്യങ്ങൾ പഠിപ്പിക്കും. ദൈവത്തിന്റെ കരുണയും സ്നേഹത്തിന്റെ വിശുദ്ധരിലൂടെ എങ്ങനെയാണ് സമൂഹത്തിലേക്ക് അത് പകർന്നു നൽകിയതെന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കും. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ വരാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഒരിക്കലും നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്നറിയാവോ? ഏതാണ്? ചെറുപുഴയിലെ വെള്ളച്ചാട്ടമാണോ? പിന്നെ ഏതാ പറയാ? ഇവിടുത്തെ കേൾക്കുന്നില്ല. നയാഗ്ര കേട്ടിട്ടുണ്ടോ? നയാഗ്ര വെള്ളച്ചാട്ടമാണോ? പിന്നെ വിക്ടോറിയ ഉണ്ട്, വിക്ടോറിയ വെള്ളച്ചാട്ടമുണ്ട്, ഇതൊക്കെ ഉണ്ട്. വളരെ വിസ്തൃതമാണ്, ഭയങ്കര അപകടമാണ്. അപ്പോൾ ഒരിക്കൽ ഒരു സർക്കസ് കളിക്കുന്ന ആൾ, അദ്ദേഹം അപ്പുറത്തും ഇപ്പുറത്തും കൂടി വലിയ ഒരു ചരട് കെട്ടി ആ വെള്ളച്ചാട്ടം കുറുകെ കൂടി കടക്കാൻ വേണ്ടി. അപ്പോൾ ഒരു നേർത്ത ചരടാണ്, കമ്പിയാണ്. അപ്പൊ അദ്ദേഹം ബാലൻസ് ചെയ്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ അപ്പുറത്തും പോകും ഇവിടെ നിന്ന്. അപ്പൊ എല്ലാവരും ശ്വാസം അടക്കി അക്കരയിൽ ഇക്കരയിൽ നിൽക്കുകയാണ്. ഇയാള് നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ ഒറ്റ ഒരു നേരത്തെ കമ്പിയുടെ മുകളിൽ നടന്നു പോവുകയാണ്. എല്ലാവരും ആകാംക്ഷയോട് കാരണം ഒരു കാണിച്ച പിന്നെ ഒരു പൊടി പോലും കിട്ടത്തില്ല. അദ്ദേഹം വളരെ വിദഗ്ധമായി തോളിൽ പ്രത്യേക ബാലൻസ് ചെയ്ത കമ്പിയൊക്കെ പിടിച്ച് അദ്ദേഹം പതുക്കെ ഞാനിങ്ങനെ നടന്ന് അക്കരയ്ക്ക് എത്തി. എല്ലാവരും കൈയടിച്ചു. വീണ്ടും അദ്ദേഹം തിരിച്ച് റിട്ടേൺ അടിച്ചു ഇതുപോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ കൂടി എല്ലാവരുമായിട്ട് ഒരു വെല്ലുവിളി നടത്തി. ഇപ്പൊ ഞാനിപ്പോ അക്കരയ്ക്ക് പോയൊന്നല്ലോ, ആർക്കെങ്കിലും എന്നോടൊപ്പം എന്റെ തോളിലിരുന്ന് വരാൻ ധൈര്യമുണ്ടെങ്കിൽ എന്റെ കൂടെ വരാം. ആരും തയ്യാറാണോ? എല്ലാവരും ജീവൻ പേടിയില്ലേ? കൈയടിക്കാൻ ആർക്കാൻ പറ്റാത്തത്? പക്ഷേ എന്റെ കൂടെ പോയിട്ട് മരണത്തിലേക്ക് പോകുന്നതിനാണ് എല്ലാവരും മടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ആരും കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു കുട്ടി പറഞ്ഞു, ഞാൻ റെഡി. ഒരു കുട്ടി പറഞ്ഞു. അപ്പൊ കണ്ടല്ലോ എല്ലാവരും പറഞ്ഞു, ഇടി നീ എന്താ മണ്ടത്തര പറയുന്നത്? ഇത് ഞങ്ങൾക്കൊന്നും പറ്റാത്ത കാര്യമാണ് നിനക്ക് പറ്റുന്നത്, വലിയ അപകടമാണ്, നീ മണ്ടത്തരം കാണിക്കരുത്. ഞാൻ റെഡിയാണ്. അപ്പൊ ഈ മനുഷ്യൻ ഈ കൊച്ചിനെയും തോളത്ത് കയറ്റിക്കൊണ്ട് പോവുകയാണ്. എല്ലാവരും ശ്വാസമാണ്. കാരണം ഒരു കുഞ്ഞിന്റെ ജീവൻ കൂടിയാണ്. എല്ലാവരും വെല്ലുവിളിച്ച് മാറിയുന്ന ഒരു കാര്യം, ഒരു കുട്ടിയാണ് ഇരിക്കുന്നത്. ഇദ്ദേഹം ബാലൻസ് ചെയ്ത് ഇപ്പം വീഴുന്നുള്ള നിൽക്കുകയാണ്. പതുക്കെ നടന്ന് അദ്ദേഹം അക്കരയ്ക്ക് എത്തിയതും
എല്ലാവരും കൂടെ ഓടി കൈയടിക്കുകയും ഓടി വന്ന് കൊച്ചിനെ എടുത്ത് ഉയർത്തി ആഹ്ലാദിക്കുകയും ചെയ്യും. ആഹ്ലാദം പ്രകടിപ്പിച്ചു. എന്നിട്ട് കുറച്ച് പേര് ആ കുട്ടിയോട് ചോദിച്ചു, മക്കളെ നിനക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? നിനക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഇത്രയും ഇതാണ് അത്ഭുതമായ കാര്യം നീ ധൈര്യത്തോടു കൂടി ചെയ്യുന്നല്ലോ. അപ്പൊ ആ കൊച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതേ കൂടുതൽ പേടിക്കുന്ന ഒരു ആവശ്യമില്ല, കാരണം അത് എൻ്റെ അപ്പനായിരുന്നു. അതെന്റെ അപ്പനായിരുന്നു. അപ്പൻ നമ്മുടെ സംബന്ധിച്ച് ഗ്യാരണ്ടിയാണ്. അപ്പൻ നമുക്ക് ഒരു ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഞാൻ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചോദിച്ചു പറഞ്ഞിട്ടാണ് അപ്പന്മാർ ചെയ്യുന്നത്. ഒരു 75% നിങ്ങളുടെ അവിടെ ആലോചനയൊന്നുമില്ല, ആവശ്യമില്ല. പക്ഷെ എല്ലാം മുറന്നിട്ടാ നടക്കുന്നില്ലേ ഓരോ ദിവസവും? ഇല്ലേ? നിങ്ങളുടെ കണക്കൂട്ടുകൾക്ക് അപ്പുറം ഓരോ ദിവസം തരുന്നില്ലേ നിങ്ങളുടെ അപ്പനും അമ്മയും? അങ്ങനെ കേവലം മനുഷ്യരായ അവർ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ നമ്മൾ കരുതുകയില്ല. വിശുദ്ധരുടെ ജീവിതവും സ്ലീഹന്മാരുടെ ജീവിതവും നമ്മുടെ പൂർവികരുടെ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിലാണ്, ദൈവപിതാവിന്റെ കരങ്ങളിലാണ്. ഈ ഒരു വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ടാണ് നമ്മൾ ഈ ഇത് പരിശീലനം നമുക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ അതിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ, ദൈവത്തിന്റെ കരുതലിൽ, പരിപാലനയിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ആകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വികാരിച്ചമാരെയും നിങ്ങളുടെ മാതാപിതാക്കളെ ഒക്കെ ഞങ്ങളുടെ സ്നേഹാന്വേഷണം പ്രത്യേകമായിട്ട് അറിയിക്കണം. എല്ലാ ദൈവാനുകളെ ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകമായി ഈ നമ്മുടെ ക്യാമ്പ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നിങ്ങൾ അറിയിക്കുന്നു. തിരിയൊക്കെ കത്തിക്കുമ്പോൾ നമുക്ക് പാടുന്ന വെള്ളു പറഞ്ഞ ഒരു ഈശ്വരൻ വിടുക എന്നുള്ള പാട്ടാണ്. അതിന്റെ അർത്ഥം എന്നറിയാമോ? നമ്മുടെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് യേശു പറഞ്ഞ ലോകത്തിന്റെ പ്രകാശമാണ്. അപ്പോൾ ദൈവമാണ് നമ്മുടെ പ്രകാശം ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നത്, ഇരുട്ടിനെ അകറ്റുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരിയെടുക്കാം. നമ്മുടെ ഈ ക്യാമ്പിന്റെ ടീം അംഗങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് ഇവിടെ ആയിരിക്കുക ക്യാമ്പിന്റെ ലീഡറായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു പാലത്തിപ്രായച്ചനാണ്. അച്ഛൻ ഒത്തിരിയേറെ തിരക്കുകളുള്ള ഒരു വൈദികൻ, ഇതോടൊപ്പം തന്നെ 2 ഇടവകളുടെ വികാരിയായിട്ട് ഇപ്പോൾ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെയൊക്കെ ഇടയിലും അതോടൊപ്പം തന്നെ അച്ഛന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മുടെ സഭയോടുള്ള സ്നേഹത്തെ പ്രതി ക്യാമ്പിന് നേതൃത്വം നൽകാനായിട്ട് അച്ഛൻ ഇന്ന് ഇവിടെ ആയിരിക്കുകയാണ്. അപ്പോൾ അച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്യാമ്പിന്റെ അംഗങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹലോ ഈ പരിപാടി നമുക്കിവിടെ പറ്റില്ല അല്ലേ? നമ്മൾ കുറച്ചും കൂടെ എനർജറ്റിക് ആയിരിക്കണം. എല്ലാവരും നിവർന്ന് നിന്നേ. നിങ്ങൾ മക്കളെ എന്ന് ഞാൻ എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ എന്തോന്ന് വിളിയേക്കണം. മക്കളെ വിളിച്ചാൽ എന്തോന്ന് വിളിയേക്കണം? എന്തോ മക്കളെ സൗണ്ട് വരട്ടെ മക്കളെ. ഇങ്ങനെ വേണം എപ്പോ വിളിച്ചാലും നമുക്ക് വിളിയേക്കാൻ. മനസ്സിലായോ? ഓക്കെ, അച്ഛൻ എല്ലാരെയും ഞങ്ങൾ പരിചയപ്പെടുത്താം. അപ്പൊ നമുക്ക്, എന്റെ പേരെന്താ പറഞ്ഞത്? മാത്യു. അത്ര മതി, മാത്യു അച്ഛൻ അല്ലേ? മാത്യു അച്ഛൻ എളുപ്പമല്ലേ? ബൈബിളിൽ മത്തായില്ലേ? മറ്റേ ചുങ്കൊക്കെ പിടിക്കാൻ പോണേ അച്ഛനോടൊന്നും വായിച്ചിട്ടില്ലേ? അപ്പൊ ബൈബിളിൽ മത്തായി ഉണ്ട്. അപ്പൊ ആ മത്തായി ഓർത്താൽ മത്തായി അച്ഛൻ, മാത്യു അച്ഛൻ കേട്ടോ. എന്റെ വീട് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയില്
കോടഞ്ചേരി എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അച്ഛൻ പറഞ്ഞതുപോലെ 2 ചെറിയ പള്ളിയുടെ വികാരിയാണ്. അതുപോലെ നിങ്ങളെ കൊണ്ട് കുറച്ച് മുതിർന്ന യുവജനങ്ങളുടെ ഒരു ഡയറക്ടറാണ്. അപ്പം അച്ഛൻ പറഞ്ഞതുപോലെ ചെറിയ രീതിയിൽ BEd ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി എന്നെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ പേര് മാത്യു, എൻ്റെ വീട് കോടഞ്ചേരി. ഞാൻ 2 പള്ളി അല്ലെ, കാര്യമ്പാടി, നെല്ലിമാളം എന്ന് പറഞ്ഞ 2 പള്ളികള് വികാരിയായിട്ട് നിൽക്കുന്നു. ഇനി നമുക്ക് ഒരു സിസ്റ്റർ ഉണ്ട്. ഈ സിസ്റ്റർ ത്രിപുര എന്ന സ്ഥലത്ത് മിഷനൊക്കെ ചെയ്തതിനു ശേഷം, വിജയിച്ചതിന് ശേഷം സിസ്റ്ററിന്റെ ശുശ്രൂഷ പാഠത്വം ഇപ്പം നമ്മുടെ ബത്തേരി എന്ന സ്ഥലം കേട്ടല്ലേ, നമ്മുടെ രൂപത കേന്ദ്രം ബത്തേരി, നമ്മുടെ ബത്തേരി രൂപത പിതാവിനോടൊക്കെ ചേർന്ന് തൊട്ടടുത്തുള്ള DM പ്രൊവിൻഷ്യൽ ഹൗസിലെ ആണ് സിസ്റ്റർ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്. സിസ്റ്ററിന്റെ പേര് ജോൺസീന. സിസ്റ്ററിന്റെ പേരെന്താണ്? ജോൺസിയ കേട്ടോ. ജോൺസിയാണ് സിസ്റ്ററിന്റെ പേര്, ജോൺസിയ. ഓക്കെ. ത്രിപുര മിഷനൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ബത്തേരിയിലാണ്. അത്ര ഓർത്തിട്ടല്ല, ബത്തേരിയിലെ ശുശ്രൂഷ. ഓക്കെ. സിസ്റ്ററിന്റെ പേരെന്താ? ജോൺസിയ. ഞാൻ തെറ്റിച്ചാൽ നിങ്ങൾ ശരിയാക്കണം കേട്ടോ. ഓക്കെ. അടുത്തത് നമുക്ക് ഒരു ഷമ്മാസനുണ്ട് അല്ലെ, നല്ല സുന്ദരനായ ഒരു ഷമ്മാസൻ ശുശ്രൂഷ ചെയ്യുന്നത് ഇപ്പോൾ തേർഡ് ഇയർ തിയോളജിയാണ്. ഷമ്മാസൻ ദൈവശാസ്ത്രത്തിൽ 3ാം വർഷം പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷമ്മാസന്റെ പേര് ചാക്കോ എന്നാണ്. എന്താണ് പേര്? ചാക്കോ ഷമ്മാസൻ. നിങ്ങൾക്ക് ചാക്കോ ഷമ്മാസ എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കേണ്ടി വരും. അപ്പൊ പേര് ഓർത്തിരിക്കണം. ഷമ്മാസന്റെ പേരെന്താണ്? ചാക്കോ അല്ലെ. ചാക്കോ ഷമ്മാസൻ. ചാക്കോ ഒന്നും വിളിക്കരുത് അല്ലെ. ചാക്കോ ഷമ്മാസൻ ജോസ്ഗിരി ഇടവകയിലാണ്. കേട്ടിട്ടുണ്ടോ? ഇനി ഒത്തിരി കേൾക്കാം കേട്ടോ. അപ്പൊ ജോസ്ഗിരി ഇടവകയിൽ നിന്നുള്ള ഷമ്മാസനാണ്. മിടുക്കനായ ഷമ്മാസനാണ്. നിങ്ങളെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കും, നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരും, നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും. ഇപ്പൊ ഷമ്മാസ ഇരുന്നു. അടുത്തത് നമുക്ക് മറ്റൊരു ഷമ്മാസനുണ്ട്. ഈ ഷമ്മാസൻ ഫിലോസഫി പഠിക്കുകയാണ്, തത്വശാസ്ത്രം. മറ്റേ ഷമ്മാസൻ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മുടെ കൊച്ചു ഷമ്മാസൻ തത്വശാസ്ത്രമൊക്കെ പഠിക്കുന്നു. ഷമ്മാസനും നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ കളിക്കും, നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് കഥകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് കൂടെ നിങ്ങളൊരാളായിട്ട് ഷമ്മാസനും ഉണ്ടാവും. ഷമ്മാസന്റെ വീട് എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ്. ഈങ്ങാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷമ്മാസന്റെ വീട്. ഈങ്ങാപ്പുഴ കോടഞ്ചേരിക്ക് തൊട്ടടുത്തുള്ള മറ്റൊരു സ്ഥലമാണ് ഈങ്ങാപ്പുഴ. അപ്പൊ ഷമ്മാസൻ ഏത് ജില്ലക്കാരനാണ്? കോഴിക്കോട് ജില്ലക്കാരനാണ്. മനസ്സിലായില്ലേ? ഷമ്മാസനെ കുറിച്ച് എന്ത് അറിയണോ? ജോസഫ് എന്നാണ് ഷമ്മാസന്റെ പേര്. എന്താണ് പേര്? ജോസഫ് അല്ലെ. ജോസഫ് എന്നാണ് ഷമ്മാസന്റെ പേര്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വഴിയെ പരിചയപ്പെടാം. നല്ലൊരു കൈയ്യടി കൊടുക്കാം. ചിലരെ പരിചയപ്പെടുത്തിയല്ലേ? ഓക്കെ. ഇനി നമ്മുടെ ഈ ക്യാമ്പിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട അമൃത സിസ്റ്ററെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബത്തേരി ഭദ്രാസനത്തിലെ മതബോധന കേന്ദ്രത്തിലെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുവിനച്ച, ഈ ഇടവകയുടെ വികാരിയും ഇവിടുത്തെ ഡിസ്ട്രിക്ട് വികാരിയുമായിരുന്ന ബഹുമാനപ്പെട്ട വർഗീസ് തങ്കേക്കുടിയച്ച, സ്നേഹമുള്ള മാത്യു അച്ച, പ്രിയപ്പെട്ട സിസ്റ്റർ ജോൾഫീന, ഈ ഇടവകയിലെ പ്രധാന അധ്യാപക ശ്രീജി ടീച്ചർ, ഇവിടുത്തെ പ്രൊമോട്ടർ ഷാജി സാറ്, മറ്റിടവകളിൽ നിന്നും വന്നിരിക്കുന്ന പ്രധാന അധ്യാപകര്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ 3 ദിവസങ്ങളിലായി ഇവിടെ കൂടിയിരിക്കുമ്പോൾ വളരെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനുണ്ട്. ദൈവത്തെ അനുഭവിച്ച് അറിയുവാനുള്ള അവസരമാണ് ഇവിടെ ലഭിക്കുന്നത്. നമ്മളിപ്പോൾ അച്ഛന്മാരൊക്കെ പറഞ്ഞു കേട്ടു നമ്മളെ സ്നേഹിക്കുന്ന ദൈവപിതാവിനെ കുറിച്ച്. ഇനി ആ ദൈവപിതാവിൻ്റെ നമ്മൾ കേട്ടത് കൂടാതെ ദൈവപിതാവിൻ്റെ സ്നേഹവും കരുണയും വാത്സല്യവും അനുഭവിച്ചറിയുവാനുള്ള 3 ദിവസങ്ങളാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. അത് പാട്ടിലൂടെയും കഥകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും ഒക്കെയാണ് ഈ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനും ഷമ്മാശന്മാരും സിസ്റ്ററും ഒക്കെ നമുക്ക് തരാൻ പോകുന്നത്. അത് ഉണർവോടെ ഉന്മേഷത്തോടെ ഇരുന്ന് എല്ലാവരും നോട്ട്ബുക്ക് കൊണ്ടുവന്ന് അത് കുറിച്ച് വെച്ച് ഇനി നിങ്ങളുടെ പള്ളികളിൽ നിന്ന് വരാത്തവർക്ക് പോയി പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ അതിനെ ഗ്രഹിച്ച് നല്ല മക്കളായി ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ കഞ്ഞി കുടിച്ചായിരിക്കരുത്. എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് തുള്ളിച്ചാടി നടന്ന് പറയുന്ന കാര്യങ്ങൾ ഉണർവോടെ കേട്ട് ശ്രദ്ധിച്ച് അതിൻ്റെ ഫലം എടുക്കുക. നമ്മളിവിടെ കേട്ടു നമ്മളെ സ്നേഹിക്കുന്ന ആളാണ് ആര്? നമ്മുടെ മാതാപിതാക്കള്.
അതിലുപരി നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് ജീവൻ നൽകുകയും കാലം എത്രയും നമ്മളെ പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാം തരുന്ന ദൈവത്തെ ആണ് നമ്മൾ അനുഭവിക്കാനായിട്ട് പോകുന്നത്. അതായത് നമുക്കറിയാം, നമ്മളൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത്. എന്നാൽ ഈശോയുടെ പ്രത്യേകത എന്താ? ഈശോയെ പൂർണ്ണമായിട്ടുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം അത്രമാത്രം ത്യാഗം, ശൂന്യവൽക്കരണം ഏറ്റെടുത്ത ദൈവപിതാവ് ആരാണ് എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കാനുള്ള ദിവസങ്ങളാണ് ഈ വരുന്ന 3 ദിവസങ്ങൾ. അപ്പം ഇവിടെ അച്ഛന്മാരും ഒക്കെ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായ വിളമ്പിത്തരുന്നതായ ഈ നല്ല അറിവുകൾ നന്നായി ശേഖരിച്ച് ഈശോയെ എൻ്റെ സ്വന്തമാക്കി ഈശോ എനിക്ക് തരുന്നതുപോലെ ഞാൻ എൻ്റെ കൂട്ടുകാർക്കും സഹോദരങ്ങൾക്കും വീട്ടിലുള്ളവർക്കും നന്മ ചെയ്യുന്ന വ്യക്തിയായി തീരണം എന്ന ലക്ഷ്യത്തോടുകൂടി ഈ ക്യാമ്പിൽ എല്ലാവരും ഉൾക്കൊള്ളുക, സംബന്ധിക്കുക. അതിന് ദൈവം ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ നല്ലൊരു കൈയ്യടി കൊടുക്കുന്നു. നമ്മുടെ ഉദ്ഘാടനം ഇവിടെ സമാപിക്കുകയാണ്. ഇതിന് ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഒരു ചെറിയ നന്ദി വാക്ക് അർപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ ചെറുപുഴ ഇടവകയുടെ സൺഡേ സ്കൂൾ എച്ച്എമ്മായിരിക്കുന്ന ശ്രീജ ടീച്ചറെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈ ഉദ്ഘാടനത്തിന് അധ്യക്ഷത വഹിച്ച വലിയ ബഹുമാനപ്പെട്ട വർഗീസ് താലൂക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നീട് ഉദ്ഘാടന കർമ്മം നിർമ്മിച്ച വലിയ ബഹുമാനപ്പെട്ട ഫാദർ ക്രിസ്തുമന്ത്രി അച്ഛന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ ക്ലാസ്സിൽ നേതൃത്വം കൊടുത്ത് നിങ്ങളെ അനുഗ്രഹീതരാകാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഫാദർ മാത്യു അച്ഛൻ, ബ്രദേഴ്സ് സിജോ, എബിൻ, സിസ്റ്റർ ജോൺസിയ 3 പേർക്കും ഞങ്ങളുടെ ചെറുപുഴ ഇടവകയുടെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഈ ക്യാമ്പിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളെല്ലാവരും നമ്മൾ ഈ 3-4 പേരോട് വന്നിരുന്നുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജസ്റ്റ് ഒരു ചാവടി അടിക്കാവോ? ഓക്കെ, നമ്മള് ഒന്ന് എനർജി വരാൻ വേണ്ടി നമുക്കൊന്ന് കൈയടിച്ച് നോക്കിയാലോ? നിങ്ങൾക്ക് അറിയാവുന്നൊരു കൈയടി ഏതാ? നിങ്ങൾക്ക് അറിയാവുന്നൊരു കൈയടി ഒന്നടിക്കാവോ? നോക്കട്ടെ. ഇത് നോർമല്. ഇനി ക്യാമ്പിന്റെ കൈയടി എങ്ങനെയാ? അല്ല, ഇത് സിമ്പിള്. നമുക്കൊരു ക്യാമ്പിന് കൈയടി പിടിച്ചാലോ? ശമാശം 1 എന്ന് പറയുമ്പോ 1 അടിക്കണം, 2 എന്ന് പറയുമ്പോ 2 അടിക്കണം, 3 എന്ന് പറയുമ്പോ 3 പ്രാവശ്യം കൈ അടിക്കണം, 4 എന്ന് പറയുമ്പോ എന്ത് പറയണം? കൈയടിയില്ല. 4 എന്ന് പറയുമ്പോ എന്തില്ല? കൈയടിയില്ല. 4 എന്ന് പറയുമ്പോ നമ്മൾ എന്ത് പറയുന്നു? അപ്പ എന്ന് പറയുന്നു. ഓക്കെ, അപ്പ റെഡിയാണോ? നോക്കിയാലോ? 1 ഒരേ താളത്തിൽ വരണേ. 1 2 3 3 2 1 4 എന്തുവാ? ചെറുപുഴ പിള്ളേർ നല്ല പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ? 4 3 എന്ന് പറയുമ്പോ 1 2 3 ഒരുമിച്ച് അടിക്കണം. റെഡി? 1 2 3 3. താളമില്ല, താളം പോയി. ടിക് ടിക് ടിക്. എല്ലാവരും ഒരേപോലെ. 1 2 3 4. കുറച്ചു പേർക്കൊക്കെ കത്തി തുടങ്ങി, കുറച്ചു പേര് കത്തിയിട്ടില്ല. നമ്മൾ അവരെ കത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ആര് റെഡി? അയ്യേ, ഇത്രയും നേരം അച്ഛനോട് കറിഞ്ഞ് പറയട്ടെ. ആർ യു റെഡി? 1 2 3 4 3 1 2 4 പശുവല്ലേ? നമ്മുടെ പിതാവായ ദൈവത്തെ സ്നേഹത്തോടെ അബ്ബാന്ന് വിളിക്കുന്നതാണ്. ആ ഒരു സ്നേഹത്തോടെ വിളിക്കാവോ? 4. വെരി ഗുഡ്. ഇനി എല്ലാവരും നിങ്ങളുടെ കസേരകൾ പെട്ടെന്ന് മാറ്റാവോ? വേഗം കസേരകൾ അടുക്കി ഒതുക്കി പുറകോട്ട് കേട്ടോ. വേഗം പുറകിലേക്ക് കസേരകളെല്ലാം കൊണ്ടുവച്ചിട്ട് ഓടി കളിക്കണ്ടേ? എന്നൊരു ക്ലാസ് എടുക്കാം. അപ്പൊ നല്ലൊരു ഗെയിം നമ്മുടെ സെമാസ് ഇപ്പൊ പറഞ്ഞു കേട്ടോ. നമുക്ക് ഗെയിം കളിച്ചാലോ? അതിനു മുമ്പ് നമ്മൾ ഒരു വചനം പഠിക്കും. ഓക്കെ, ശമാശം പറയും, നിങ്ങൾ ഏറ്റു പറയണം. റെഡിയാണോ? സങ്കീർത്തന പുസ്തകം 84-ാം അധ്യായം 4-ാം വാക്യം. സങ്കീർത്തന പുസ്തകം
84 അധ്യായം 4 വാക്യം. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പഠിച്ചോ? ആദ്യം ആരാ പറയുന്നേ ഈ വചന? സങ്കീർത്തന പുസ്തകം 84 അധ്യായം 4 വാക്യം. ആദ്യം ആരെങ്കിലും പറയോ? നിങ്ങൾ പഠിത്തത്തിൽ എക്സ്പേർട്ട് പിള്ളേരാന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ചാൻസ് കൂടി തരാം. സങ്കീർത്തന പുസ്തകം 84 അധ്യായം 4 വാക്യം. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇനി ആർക്ക് പറയാൻ പറ്റും? പറഞ്ഞ സമ്മാനം തരും. മോള് കൈ നോക്കി നല്ലൊരു കൈയടി എടുത്തേ. മോൾക്ക് മോളുടെ പേരെങ്ങനെയാ? അന്ന. അന്ന കോൺഫിഡൻസോടുകൂടി പറഞ്ഞു. അപ്പൊ അന്നയ്ക്ക് നല്ലൊരു കൈയടി എടുത്തിട്ട് വചനം കേട്ടാൽ റെഡി? 1 2 3 സ്റ്റാർട്ട്. വചനം പറഞ്ഞു. അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻ. നല്ലൊരു കൈയടി എടുത്തേ. ഇനി ഒരേപോലെ എല്ലാവരും ഒരുമിച്ച് പറയണേ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തന പുസ്തകം 84 അധ്യായം 4 വാക്യം. അപ്പൊ അത് പഠിച്ചു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് വചനം പഠിപ്പിക്കും, അത് ചോദിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം കിട്ടും. ഇപ്പൊ ഈ മോൾക്ക് ഒരു സമ്മാനം കൊടുത്ത ശേഷം ഒരു ചോക്ലേറ്റ് സമ്മാനം തരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമ്മാനങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാഗും പുസ്തകങ്ങളും ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാവോ? നമ്മുടെ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാവോ? എല്ലാവരും സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കാവോ? കൂടി നിൽക്കാതെ ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കാവോ? എല്ലാവരും ഒന്ന് ഈ റെഡ് കാർപ്പറ്റിലേക്ക് കയറി നിൽക്കാവോ? ശമാശിന്റെ സമ്മാനം മേടിച്ചോ? എല്ലാവരും കൂടെ ഒന്ന് കൂടി നിൽക്കാതെ ഒന്ന് ചേർന്ന് നിൽക്കാവോ? ചേർന്ന് നിൽക്കാവോ? മടിയൊന്നും വിചാരിക്കണ്ട. നമ്മൾ ക്യാമ്പ് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും, കുറെ ഗെയിംസ് നമ്മൾ കളിക്കും. അതോടൊപ്പം തന്നെ കുറെ പാട്ടുകള്, നല്ല കാര്യങ്ങള്, നമ്മുടെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നതിനുള്ള ഒരു അവസരമാണ് എന്ത് MBOC ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാമ്പ് 100% വിജയമാക്കി തീർക്കാനായിട്ട് സാധിക്കും. ആരും റെഡി? ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ദേവാലയത്തിലായിരുന്നു നമ്മൾ എന്ത് കൊടുക്കണം? ആദ്യം നമ്മള് എല്ലാവർക്കും ഒന്ന് സ്തുതി കൊടുക്കണ്ടേ? എങ്ങനെയാ സ്തുതി കൊടുക്കുന്നത്? ഈശോമിശിഹായ്ക്ക്. ഇനി ഇത് നിങ്ങൾ എല്ലാവരോടും പറയണം. ഓക്കെ, 2 മിനിറ്റ് സമയം തരും. നമ്മൾ ഇവിടെ അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഈ സമയം നിങ്ങൾ എല്ലാം 2 മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സ്തുതി കൊടുക്കുന്ന ആരാന്ന് നമ്മൾ നോക്കും. ഓക്കെ, ആരും റെഡി? നിൽക്കുവല്ല, നടക്കുവല്ല. എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. പറയുക. അതെ, ഒരു ഗ്രൂപ്പായിട്ടല്ല, എല്ലാവർക്കും കൊടുക്കണത്. അച്ഛന്മാരൊക്കെ, സിസ്റ്റേഴ്സ് ഉണ്ട്, സന്യാസന്മാരുണ്ട്, ചേട്ടന്മാര്, ചേച്ചിമാരുണ്ട്. മെനഞ്ഞു തന്ന വിശ്വശില്പം, സർഗസൗന്ദര്യങ്ങളൊന്നു ചേരും, അത്ഭുതങ്ങൾ തൻ മഹാവിസ്മയം. സർഗസൗന്ദര്യങ്ങളൊന്നു ചേരും, അത്ഭുതങ്ങൾ തൻ മഹാവിസ്മയം. അനാദിന്ദ